ശ്രദ്ധേയമായ ഒട്ടനവധി മുഹൂർത്തങ്ങൾക്ക് ഈ സഭാ സമ്മേളനം, ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് സാക്ഷിയായി എന്നുള്ളതും കൂടിയാണ്. പ്രത്യേകിച്ചും നേരത്തെ വിജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പിണറായി വിജയനും ഒപ്പം ജി സുധാകരനും നേർക്കുനേർ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു അത്. പ്രോട്ടം സ്പീക്കർ അങ്ങ് എത്തുന്നതിന് മുമ്പേ തന്നെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പിണറായി വിജയൻ്റെ അടുത്തേക്ക് പോയി ഇരുവരും ആ സൗഹൃദം പങ്കിട്ട് സന്തോഷത്തോടുകൂടി ഹസ്തദാനം ചെയ്ത് ചുമലിൽ തട്ടി പിരിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതൊരു പ്രധാനപ്പെട്ട ദൃശ്യം തന്നെയായിരുന്നു. ഒരു പക്ഷേ റെക്കോർഡ് ചെയ്യപ്പെടേണ്ട നിയമസഭാ സമ്മേളനങ്ങളുടെ അല്ലെങ്കിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകളുടെ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തപ്പെടേണ്ട നിമിഷം കൂടിയായിരുന്നു. അത് മാറ്റി നിർത്തിയാൽ ഒട്ടനവധി, ഇപ്പോൾ നേരത്തെ വിജയൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വേഷങ്ങൾ കൊണ്ടും ഭാഷ കൊണ്ടുമൊക്കെ വ്യത്യസ്തമായ സത്യപ്രതിജ്ഞകൾ വേറെയും ഉണ്ടായിരുന്നു. അത് മഞ്ചേശ്വരത്ത് AK അഷ്റഫിൽ നിന്ന് തുടങ്ങി എഫ് രാജയുടെ തമിഴിലുള്ള സത്യപ്രതിജ്ഞയിലൂടെയൊക്കെ പോയ ഒരു വ്യത്യസ്തമായ ഭാഷകളിലൂടെയുള്ള, ഇനിയിപ്പോൾ വേഷവിധാനങ്ങൾ എടുക്കുകയാണെങ്കിൽ മാത്യു കുഴൽനാടൻ്റെയൊക്കെ വരവ്, PK നവാസിൻ്റെ എൻട്രി, ഇതൊക്കെ പ്രത്യേകമായി തന്നെ കാണേണ്ടതും പറയേണ്ടതുമാണെന്ന് തോന്നുന്നു. തീർച്ചയായും സൈഫുദ്ദീൻ അങ്ങനെ തന്നെയാണ്. അതായത് വളരെ വ്യത്യസ്തമായ കാഴ്ചകൾ പലതും നിറഞ്ഞത് തന്നെയായിരുന്നു. എന്തായാലും ഇന്നത്തെ 16ാം നിയമസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങ് എന്ന് പറയുന്നത്, അതിൽ വേഷങ്ങൾ കൊണ്ട് വ്യത്യസ്തരായവർ ഉണ്ടായിരുന്നു. ചാൻഡിയുമനൊക്കെ ഒരു ട്രാക്ക് സ്യൂട്ട് ഇട്ടാണ് അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്കായി ഇങ്ങോട്ട് എത്തിയത് തന്നെ വീട്ടിൽ നിന്ന് നടന്നാണ്, ജഗതിയിലെ വീട്ടിൽ നിന്ന് നടന്നാണ് സത്യപ്രതിജ്ഞ ചടങ്ങിനായി എത്തിയത്. ഒരു ട്രാക്ക് സ്യൂട്ട്, നടക്കാനുള്ള ഒരു വേഷമൊക്കെ ധരിച്ചായിരുന്നു അദ്ദേഹം ചാൻഡിയുമൻ ഫ്ലോറിലേക്ക് എത്തിയത്. അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ ഒപ്പം PK ഫിറോസ് ഉൾപ്പെടെയുള്ളവർ പാന്റും ഷർട്ടും ഒക്കെ ധരിച്ചു. സാധാരണ പരമ്പരാഗതമായി രാഷ്ട്രീയ നേതാക്കൾ വെള്ളമുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ധരിച്ചാണ് ഉണ്ടാകാറ്. പക്ഷേ അത് നിന്ന് വ്യത്യസ്തമായി അവർ പരമ്പരാഗതമായ ഡ്രസ്സുകൾ മാറി പാന്റും ഷർട്ടും ഒക്കെ ധരിച്ച് എത്തി. അങ്ങനെയുള്ള കൗതുകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇത്തരം കൗതുകങ്ങൾ, അതായത് വിവിധ ഭാഷകളിൽ നടത്തിയ സത്യപ്രതിജ്ഞകൾ. അത് എഫ് രാജ, ദേവികുളം MLA എഫ് രാജയും ഒപ്പം തന്നെ കന്നഡ രാജയും ഒപ്പം തന്നെ കന്നഡ മേഖലയിൽ ഉള്ള ആളാണ് AK അഷ്റഫ്, മഞ്ചേശ്വരം ത്തുള്ള MLA. അദ്ദേഹം കന്നഡയിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ദേവികുളം തമിഴ് തോട്ടം തൊഴിലാളികളും ഒക്കെയായി വസിക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ തമിഴ് മേഖല എന്ന് പറയാൻ കഴിയുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ തമിഴിലാണ് അദ്ദേഹത്തിൻ്റെ രാജയുടെ സത്യപ്രതിജ്ഞ നടന്നത്. ഒപ്പം തന്നെ മറ്റൊരു കൗതുകം കൂടി ഉണ്ടായിരുന്നു. ഏറെ വിവാദമായ ഈ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത ഘട്ടത്തിൽ വിവാദമായ വടശ്ശേരി ദാമോദരൻ മേനോൻ എന്ന പേര്, അതിൽ മേനോൻ എന്ന വാല് ചേർത്തു എന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണം ഒക്കെ ഉണ്ടായ, ഇത് പ്രത്യേകമായ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി അത്തരം ഒരു പേര്, ഒരു ജാതി വാൽ കൂടിച്ചേർത്തത് എന്നുള്ള പരാമർശമുണ്ടായിരുന്നു. അതിന് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മറുപടിയും നൽകിയിരുന്നു. അതിനുശേഷം ഇന്നും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് വടശ്ശേരി ദാമോദരൻ മേനോൻ മകൻ VD സതീശൻ എന്നുള്ള പദം ഉപയോഗിച്ചാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. അതും മറ്റൊരു കൗതുകമായിരുന്നു ഫ്ലോറിലെ. എന്തായാലും അത്തരം കൗതുകങ്ങൾ എല്ലാം നിറഞ്ഞു നിന്ന സത്യപ്രതിജ്ഞാ ചടങ്ങാണ് നിലവിൽ അവസാനിച്ചിരിക്കുന്നത്. 9 മണിയോടുകൂടിയാണ് പ്രോട്ടം സ്പീക്കറുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നു തുടങ്ങിയത്. ആരംഭിച്ചത്, ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് കളമശ്ശേരി MLA അബ്ദുൾ ഗഫൂറാണ്. നിലവിലെ ഫിഷറീസ് മന്ത്രിയാണ് അദ്ദേഹം. ഈ ആൽഫബറ്റ് ഓർഡറിൽ തുടങ്ങുന്നതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം ആയി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തത്. ഏറ്റവും അവസാനം 139ാമനായി സത്യപ്രതിജ്ഞ ചെയ്തത് സേവിയർ ചിറ്റിലപ്പള്ളിയാണ്. വടക്കാഞ്ചേരി MLA ആണ് സേവിയർ ചിറ്റിലപ്പള്ളി. ഇസഡിൽ തുടങ്ങുന്നതുകൊണ്ടാണ് അദ്ദേഹം അവസാനക്കാരനായി സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങനെ വിവിധ കൗതുകങ്ങൾ, വിവിധ ദൃശ്യങ്ങൾക്ക് സാക്ഷിയാകാൻ കഴിഞ്ഞ നിലയിലുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങ് തന്നെ.